ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ക്യൂട്ട് വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മ ഗേറ്റ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും ഗേറ്റിന് ഇടയ്ക്ക് പോയിട്ട് വിരൽ ഭയങ്കരമായിട്ട് അങ്ങ് ചതഞ്ഞ് ഒരു ബ്ലൂ കളറിലായി പോയോട്ടോ. ഭയങ്കര നീരൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര പാടായിരുന്നു. പാത്രം തേക്കാനൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ തൊട്ടേ എൻ്റെ അമ്മയ്ക്ക് പാത്രം തേക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് കമൻസൊക്കെ കണ്ടിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒരു ഡിഷ് വാഷർ വാങ്ങിച്ചു വെച്ചാൽ പകുതി ജോലി പെട്ടെന്നാവും അമ്മേ, അപ്പോൾ ഒരു ഡിഷ് വാഷർ വാങ്ങിക്കാത്ത എന്താണെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ കളിയാക്കി. മക്കളാണെങ്കിൽ, സ്നേഹമുള്ള മക്കളാണെങ്കിൽ അമ്മമാർക്ക് അതൊക്കെ വാങ്ങിച്ചു തരണ്ടേ, അല്ലാതെ സ്വന്തമായിട്ട് വാങ്ങിക്കാനാണോ പറയുന്നതെന്നുള്ള രീതിയിൽ. പക്ഷെ അമ്മ തമാശയ്ക്ക് പറഞ്ഞാണ്, ഞാനത് ഓർത്ത് വെച്ചിരുന്നു. എന്തായാലും അമ്മയുടെ കൈ കൂടി ഒത്തിരി വയ്യാണ്ടായപ്പോഴത്തേക്കും സർപ്രൈസായിട്ട് ഞാൻ പോയി ഡിഷ് വാഷർ ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അതിന്ന് ഡെലിവറി ചെയ്യാൻ പോവാണ്. അമ്മയ്ക്ക് അറിയത്തില്ല, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. യെസ്, എൻ്റെ അമ്മയ്ക്ക് വയസ്സായി ഗൈസ്. കണ്ടോ ആ കട്ടിൽ കണ്ടോ? പണ്ട് അമ്മൂമ്മയെ വഴക്കൂറായിരുന്നു. കട്ടിൽ എന്ന് പറഞ്ഞാൽ കിടക്കാനുള്ള സ്ഥലമാണ്, സാധനങ്ങൾ നിരത്തി വയ്ക്കാനുള്ള അല്ലാതെ. സി ഇപ്പൊ എത്തും സംഭവം, ഇപ്പൊ എത്തും. എന്ത് സംഭവം? സാധാരണ എപ്പോഴും അമ്മയാണ് എന്നെ സർപ്രൈസ് ചെയ്യുന്നത്. അമ്മ അടിച്ചു വന്നു. അമ്മ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു തരൂല, അത് എന്താണ് സർപ്രൈസ് എന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പ്രതികാരത്തിന് ഞാൻ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതൊരു നല്ല പ്രതികാരമാണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് എനിക്ക് ബുദ്ധിമുട്ടാക്കുന്ന സാരമില്ല. എന്നോട് ബുദ്ധിമുട്ട് നീ കൊഞ്ച് അനുഭവിക്കണം എന്നുള്ള ചൊല്ലമാണ്. ശരി, നമുക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാം എന്തായിരിക്കും സർപ്രൈസ്. അമ്മ ഗസ് ചെയ്യും. 2 റിക്ലൈനർ, 3 പ്ലാന്റ്, 4 ബുദ്ധൻ, 5 ഫർണിച്ചർ ആക്കുമോ? 5 ഫർണിച്ചർ തന്നെ ഞാൻ ചൊല്ല മാട്ടേൻ. ഇങ്ങനെ വെക്കാത്ത ഇനി ഓപ്ഷൻസ് ബുദ്ധ, അത് കഴിഞ്ഞ ഒരേ ഓപ്ഷൻ തിരുപ്പി ചൊല്ലും. എനിക്ക് അത്രയും தெரியாது. വേറെ ഗസ്, വേറെ എന്തെല്ലാം സാധനങ്ങളായിരിക്കും. പട്ടിക്കുട്ടീനെ അവിടെ എടുത്തരാൻ മാട്ടേൻ. കാരണം പട്ടിക്കുട്ടി വേണ്ടാന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ എടുത്തു കൊടുക്കാൻ പാടില്ല. വേണ്ടാന്ന് നമ്മ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പട്ടിക്കുട്ടി ഒന്നും എടുത്തു കൊടുക്കില്ല. അതെ, അതൊരു തെറ്റല്ല. പക്ഷെ നമ്മൾ ജീവനുള്ള സംഭവങ്ങൾ കൊടുക്കാൻ പാടില്ല. പൊയ്ക്കോ എന്ത് റൂമിൽ പോയി കഥ അടയ്ക്കണമേ, വെളിയിൽ വരാതെ. കണ്ടുപിടിച്ചതാ. ഇനി ഉണ്ടാ പടി കയറുന്ന പോലെ എനിക്ക് ഗസ് ചെയ്യല. ഫൗണ്ടനാണ് കീഴെ വെച്ചാ പോരായിരുന്നു. തൂക്കിന് മേളിലെ പറയുന്നത് വാട്ടർഫോൾസ് ഇങ്ങ വെച്ചാ പോരാതാ. മച്ചല്ല കൊണ്ടുപോകാൻ എന്തൊക്കെ എന്നെ ചൊല്ലു. എത്തിയച്ച് കമ്പ്യൂട്ടറാ, പിന്നെ എത്തിയച്ച് ചൊല്ലു പെട്ടെന്ന്. ലൈറ്റ്സാ, പെട്ടെന്ന് ചൊല്ലു. ഷൂട്ടിംഗ് പറ്റുന്ന 3, 2, 1. കയ്യവിടെ ഡിഷ് വാഷർ. ഇനി പാത്രം തേക്കണ്ട, കൈകൾ മനോഹരമായി തിളങ്ങും. പാത്രം പകുതി തേച്ച് പൊട്ടപ്പോഴൊക്കെ നീ വന്നേ. ഓ മൈ ഗുഡ്നസ്, പകുതി തേച്ചിട്ട് ഈ പാത്രങ്ങൾ തേക്കണ്ട, കൈകൾ വെട്ടിത്തിളങ്ങും. കണ്ടുപിടിക്കവേ ഇല്ലേ ഡിഷ് വാഷർ ഒന്നും കണ്ടുപിടിക്കവേ ഇല്ല. ഫൗണ്ടൻ എന്നൊക്കെ ഒരു തരത്തിലൊരു ഫൗണ്ടനാണ്. താഴേന്ന് മേളിന്ന് വെള്ളം ചീറ്റു. താഴേന്ന് മേളിന്ന് ചൂട് വെള്ളവും സോപ്പും പതയും കൂടെ അടിച്ച് നനച്ച എനിക്ക് പിന്നെ ഇപ്പൊ സഹായിക്കാത്ത ആളുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ലൂലൂന്ന് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് 5 ദിവസമൊക്കെ എടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ അവര് വിളിച്ചിരുന്നു ഡെലിവറി ചെയ്യാനായിട്ട്. പക്ഷെ ഇന്നലെ ഞാൻ ഭയങ്കര തിരക്കായി പോയി. അപ്പൊ ഇന്ന് അവര് ഡെലിവറി ചെയ്തു. ഹാസൽ ഫ്രീ ഡെലിവറി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ സർവീസുകാരെ വിളിക്കണം, LGയുടെ ആൾക്കാരെ വിളിച്ചിട്ട് വേണം ബാക്കി. പിന്നെ ഡിഷ് വാഷറിന്റെ കുറച്ച് മറ്റേ ഡിറ്റർജന്റ് ടാബ്ലറ്റും അതൊക്കെ വാങ്ങിക്കാനുണ്ട്. സാധാരണ വിം ലിക്വിഡൊന്നും നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അമ്മ കൂടിയ ആൾക്കാരാണ്. ഇനി നമ്മളെ പോലത്തെ പാവങ്ങളുടെ വിം ലിക്വിഡ് പ്രില്ലൊന്നും ഇനി അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.
ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അടുക്കളയിൽ ഡിഷ് വാഷറിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. മിക്കവാറും ആ ഫ്രിഡ്ജ് എടുത്ത് നീക്കിയിട്ട് ആ സ്പോട്ടിൽ വെക്കേണ്ടി വരും. കാരണം അവിടെ നിന്നേ നമുക്ക് പ്ലംബിംഗ് ലൈൻ വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും കൂടെ അതൊക്കെ ഒന്ന് തീരുമാനിക്കട്ടെ, എന്തൊക്കെ എവിടെയൊക്കെ വെക്കാം എന്ന്. അതിലൂടെ LG ആൾക്കാരെ വിളിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത്ര ഇഷ്ടപ്പെട്ടില്ല. അയ്യോ ഫൗണ്ടൻ ആയിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെ. ഫൗണ്ടൻ ആണോ ഷൂട്ടിംഗ് ലൈറ്റ് ആണോ? ഇനി കൈ ധൈര്യമായിട്ട് എവിടെ ഇട്ട് വേണമെങ്കിലും ചതയ്ക്കാം. നമുക്കിനി പാത്രം തേക്കണ്ട. 2-3 ദിവസം പാത്രം തേക്കാൻ മൂക്ക് ടിക്ഷ വരച്ച്. നമ്മൾ കൈ ചതഞ്ഞ് അന്ന് പോയി ബുക്ക് ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്നാണ് കിട്ടിയത്. പുളുസു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം കാണാം. ആദ്യം ഞങ്ങൾ തലപൊകഞ്ഞൊന്ന് ചിന്തിക്കട്ടെ. വാങ്ങിച്ചും പോയി മാൻഡ്രേക്കിനെ പോലെ ഇനി എവിടെ വെക്കും. ഓക്കേ, നമ്മൾ അങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചു, സ്പോട്ട് കണ്ടുപിടിച്ചു, അവിടെ കൊണ്ടുവച്ചു, സിങ്കിന് തൊട്ടടുത്ത് വെച്ച്. ഞാൻ പകുതി തേച്ച് കിടക്കുന്നു പാത്രം. അതങ്ങനെ ഇരിക്കട്ടെ, അത് നമുക്കിന്ന് ഉദ്ഘാടിക്കാം. സ്ഥലം ഈ ഭയങ്കര ചെറിയ കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് സ്ഥലം നല്ല കുറവാണ്. നമ്മളിവിടെ ഡിഷ് വാഷറും കൂടെ വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര കുട്ടി സ്ഥലമായി. പക്ഷെ ഒരാൾക്ക് നിന്ന് ജോലി ചെയ്യാൻ ആവശ്യത്തിന് അധികം സ്പേസ് ഉണ്ട് ഈ കിച്ചൺ. പിന്നെ ഈ ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോഴും വർക്കിന് പോകുന്ന ആൾക്കാർക്കാണ് സത്യം പറഞ്ഞാൽ ഡിഷ് വാഷറിന്റെ ആവശ്യം. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ പാത്രം തേക്കുന്നതാണ് അന്ന് അടിച്ചു കൊല്ലുന്ന പോലെ തോന്നുന്നു നമുക്ക്. എനിക്ക് പാത്രം തേക്കുന്നത് ഭയങ്കര സങ്കടമാണ്. പണ്ട് തൊട്ടേ എനിക്ക് പാത്രം തേക്കാൻ ആർക്കാണ് ഇഷ്ടം? എന്റെ യൂട്യൂബിലെ വീഡിയോസിൽ കമന്റ് ചെയ്തല്ലാരും പാത്രം തേക്കാൻ ഇഷ്ടമേ അല്ലാത്ത ആൾക്കാർ. ബാക്കി എല്ലാം ചൊല്ലിച്ചു, പക്ഷെ പാത്രം തേക്കുമ്പോ അയ്യോ കൊല്ലണ സങ്കടം. എനിക്ക് തുണി വിരിക്കാനും ഇഷ്ടമല്ല. എൻ്റെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ എന്നെക്കാട്ടിലും ആവശ്യത്തോടെ ഓട്ടോയിൽ ചാടിക്കയറി വന്നതാണ് കേട്ടോ കൊച്ചു ബേബി. പക്ഷേ ഓട്ടോയിൽ വെച്ച് ഉറങ്ങിപ്പോയി. കുറേ നേരം ഉറങ്ങിയിട്ട് ഇപ്പോൾ എഴുന്നേക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും LG ആളൊക്കെ വന്നു. നമ്മൾ അൺബോക്സ് ചെയ്തു. ആ അൺബോക്സ് ചെയ്ത പെട്ടി അങ്ങ് കൊച്ചു ബേബിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ടെൻറ്റ് പോലെ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം കളിപ്പാട്ടങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ അങ്ങ് ചില്ലിങ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം പ്ലംബർ വന്നു. നമുക്ക് ഡിഷ് വാഷർ ഫിറ്റ് ചെയ്യാനായിട്ട് അവിടെ കണക്ഷൻ കൊടുക്കണമായിരുന്നു, അതേപോലെ ഡ്രെയിനും കൊടുക്കണമായിരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അമ്മ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന പ്രസാദം കൊച്ചുബേബിക്ക് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടുത്തെ പണികളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാ ഇവിടെ ഒരാൾ ബോക്സിൻ്റെ അകത്ത് ഉറങ്ങാനുള്ള പുറപ്പാടിലുമായി കേട്ടോ. നമ്മുടെ LG റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്ന ആൾ ജോബ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി വളരെ നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു കേട്ടോ. അതായത് ഇതിൻ്റെ പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് പാത്രങ്ങൾ ഇതിൻ്റെ അകത്ത് നല്ല എഫക്റ്റീവായിട്ട് അടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ പുള്ളി വളരെ പേഷ്യൻ്റായിട്ട് നിന്ന് പറഞ്ഞു തന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പം നമ്മളെ കൊണ്ട് പാത്രം ഇടിയിപ്പിച്ച് ഫസ്റ്റ് വാഷ് ഓണാക്കിയതിന് ശേഷമാണ് പുള്ളി പോയത്. ചെബിന്ന് വരച്ച് മിണ്ടിയല്ലോ, കൊച്ചുബി ഭയങ്കര ഉറക്കമായിരുന്നല്ലോ. അങ്ങനെ ഉറക്കമായിരുന്നു. ഹലോ പറഞ്ഞേ. അയ്യോ സുഖമാണോ? ഞാൻ അമ്മ ടുഡേ വീട്ടിലാണ്. ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. ലൈഫിൽ എനിക്ക് ഇത്ര വലിയൊരു സെന്റൻസിൽ കുറയാതെ പുകഴ്ത്തണം. പുകഴ്ത്തലല്ല, സത്യമായിട്ട് എന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു സർപ്രൈസ് സൗഭാഗ്യം തന്നെ തന്നത്. അതിനെ കണ്ടല്ലോ ഇപ്പൊ കണ്ടിട്ട്. ഇന്ന് ഇവിടെ ഒരാള് വന്നിട്ടേ പറയാണ്, എന്താ ഡിഷ് വാഷറിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ, 10 മിനിറ്റ് വെച്ചാൽ പാത്രം കഴുകി തീരാവുന്നേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ വീട്ടിൽ പോയി പാത്രം തേക്കും. വേറൊരാളുടെ അടുത്ത് നിങ്ങൾ ഡിഷ് വാഷർ ഉപയോഗിക്കണോ, നിങ്ങൾ പാത്രം തേക്കണോ, നിങ്ങൾ അമ്മിയിൽ ചമ്മന്തി അരയ്ക്കണോ, അതോ നിങ്ങൾ മിക്സിയിൽ എടുക്കണോ, നിങ്ങൾ കല്ലിൽ അടിച്ച് നനയ്ക്കണോ, നിങ്ങൾ വാഷിംഗ് മെഷീനിൽ നനയ്ക്കണോ, ഇതൊന്നും നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അല്ലേ. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം, ആരോഗ്യം ഇല്ലെങ്കിൽ മെഷീൻസ് എടുക്കുക. ഇത്രയും കാലം ചെയ്തേ, ഇത്രയും വയസ്സ് വരെ. അതും ഒരു ആണാണ് പറഞ്ഞതെന്നുള്ളതാണ് ഹൈലൈറ്റ്. അയാളുടെ വീട്ടിൽ പാവം, അയാളുടെ ഭാര്യ പാവം. എനിക്ക് എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ കുറേ പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്, ഡിഷ് വാഷർ വാങ്ങിച്ചു വെച്ചാൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും. അതിന്റെ പ്രഥമ പടിയാണ് ഇവിടെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അതൊരു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ വെച്ചാൽ എനിക്കൊരു ഫൗണ്ടനോ ഒരു ബുദ്ധനോ റോക്കിംഗ് ചെയറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. നിങ്ങൾ 2 കാര്യമാണ് പറഞ്ഞത്, ഒന്ന് ഡിഷ് വാഷറും പിന്നെ റോബോ വാക്യൂം. ഇത് രണ്ടുമാണ് നിങ്ങൾ പറഞ്ഞത്.
റോബോ വാക്യൂം അടുത്തത്. അയ്യോ ഇതിന്റെ ഒരു ക്ഷീണം മാറട്ടെ. റോബോ വാക്യൂം ഉണ്ടെങ്കിൽ അത് എന്റെ അമ്മയ്ക്കാണ് 2 നേരമൊക്കെ തൂത്തുടച്ച് കഴിഞ്ഞാൽ ഭയങ്കര അങ്ങ് സന്തോഷമാവും. നമുക്ക് റോബോ വാക്യൂം വാങ്ങിച്ച് 2 നേരമൊക്കെ അത് തൂത്തുടച്ച് തരും. അപ്പൊ അമ്മയ്ക്ക് രാവിലെ വിളക്ക് വയ്ക്കാം. വാഷിംഗ് മെഷീൻ ഇല്ലല്ലോ, ഡിഷ് വാഷർ എനിക്ക് അമൃതം. റിവ്യൂ വീഡിയോ ആയിട്ട് വരുമോ? ഉറപ്പായിട്ടും. ഇന്ത്യൻ കിച്ചണിന് സൂട്ടബിൾ ആണോ അല്ലയോ ഡിഷ് വാഷർ? തീർച്ചയായും എനിക്ക് സൂട്ടബിൾ ആണോ അല്ലയോ ഞാൻ പറഞ്ഞിരിക്കും. ബാക്കി ഞാൻ സൗഭാഗ്യം നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ്. നമ്മൾ ഉദ്ഘാടിച്ചു അല്ലേ ഡിഷ് വാഷർ? ഉദ്ഘാടിച്ചു. ഞാൻ എനിക്ക് സൂട്ടബിൾ ആണോ എന്നുള്ളത് കൃത്യമാണ്. എനിക്ക് സൂട്ടബിൾ ആണ്, എനിക്കത് അത്ര യൂസ്ഫുൾ ആണ്. അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കാണിച്ചു തരുകയും. ഞാൻ ആദ്യമായിട്ട് അത് ഓൺ ചെയ്തപ്പോ ഞാൻ ഇതിനെ കുത്തിയപ്പം ഈ അഭിപ്രായം പറഞ്ഞത് പതുക്കെ ചെയ്യൂ എന്നെ കേട്ടൊക്കെ ചെയ്തു. തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിഷ് വാഷർ വാങ്ങിച്ചത്. എന്താല്ലേ ചില വസന്തങ്ങൾ നമുക്ക് ചുറ്റും എന്നും ഇങ്ങനെ, ഇതൊക്കെ വസന്ത ശാപങ്ങളാണ്. വസന്തങ്ങളില്ലാതെ എന്ത് കേരളം? വസന്തകാലങ്ങൾ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അമ്മയുടെ ജനറേഷൻ മാത്രമേ ഉള്ളൂ ഉള്ളിലൊരു വസന്തം ഉണ്ടെങ്കിലും അവർ കുറച്ച് നന്നാവാൻ ശ്രമിക്കും. ഉള്ളിൽ വസന്തം ഉണ്ട്, പക്ഷെ എങ്കിലും നന്നാവാൻ ശ്രമിക്കാറുണ്ട്. ഉദ്ദേശിച്ചത് അമ്മ ഡിഷ് വാഷർ ഒന്നും ഉപയോഗിക്കില്ലെന്ന് പറയൂ? ഇല്ലല്ലോ. പിന്നെ എന്റെ ജനറേഷനിൽ ഒരുപാട് പേര് ഇപ്പൊ അന്ന് ആൾ നമ്മുടെ ജനറേഷൻ ആണെന്ന്. രാവിലെ അമ്മയില്ലേ ഇതൊന്നും അറിയാതെ അമ്മ നേരത്തെ പ്ലംബറെ വിളിച്ചിട്ട് എന്റെ അക്വാ ഗാർഡിന്റെ ആ ട്യൂബ് ഒന്ന് ലീക്ക് ആയിപ്പോയി. അപ്പൊ അത് ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പൊ അതിനെ പ്ലംബറെ വിളിച്ചതൊന്ന് ആ എനിക്ക് വെള്ളം കളയാനേ പാടില്ല. എനിക്ക് വലിയ പ്രശ്നമാണ്. രാവിലെ വരാൻ പറ്റില്ല, വൈകിട്ടേ വരുള്ളൂ. ഞാൻ പിന്നെ ആയിക്കോട്ടെ, പക്ഷെ വൈകിട്ട് അയക്കണേ, എനിക്ക് ആ വെള്ളം പോകുന്നത് വലിയ സങ്കടം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സൗഭാഗ്യം എനിക്ക് ഡിഷ് വാഷർ വാങ്ങിച്ചത്. വൈകിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂല. ദൈവത്തിന്റെ ഒരു കണക്കൂട്ടലാ, എന്തൊരു പ്ലാനിങ് ആണ് ഈശ്വരന്റെ. എന്തൊരു സൗഭാഗ്യം കൊണ്ടെന്ന് വെച്ചൊരു സ്ഥലം കണ്ടോ? ഇത്രയും ഞാനാണെങ്കിൽ കൊണ്ട് പുറത്ത് വെച്ചേനെ. സൗഭാഗ്യം നോക്കും, അത് കറക്റ്റ് ആ സിങ്കിന് അടുത്ത് വെച്ചതുകൊണ്ട് മിനിമം ഡിസ്റ്റൻസിൽ ആ പ്ലംബർ വരുന്നു, സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നു, ഇത് റെഡി ആയി കഴിഞ്ഞു. ഇതൊരു ഭംഗി വാക്കോ ഒന്നുമല്ല. ഇതൊരു ദൈവത്തിന്റെ കയ്യൊപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സൗഭാഗ്യയുടെ രൂപത്തിൽ എനിക്കത് ചെയ്തു തന്നാണ്. അത് ഞാൻ എന്നും സങ്കടപ്പെടും. എന്നും സൗഭാഗ്യയുടെ അവിടെ നിന്ന് അയ്യോ സൗഭാഗ്യം എനിക്ക് പാത്രം തയ്ക്കാണ്ട് എന്നെ വിട് സൗഭാഗ്യം 10 മിനിറ്റോടെ ഇരിക്കാൻ പറ്റൂല അയ്യോ എനിക്ക് പാത്രം തയ്ക്കാൻ പോണം, പാത്രം തയ്ക്കാൻ എന്ത് പറയും ഇനി? പാത്രം തയ്ക്കണമെന്നെല്ലാം പറഞ്ഞ അപ്പൊ കണ്ണുരുട്ടാണ്. എന്തായാലും അതെന്റെ ഒരു വലിയ വിഷമം ആണ് മാറിക്കിട്ടിയത്. നാരായണ, താങ്ക് യു ഭഗവാനെ, താങ്ക് യു സൗഭാഗ്യ, താങ്ക് യു ഓൾ. 10 സെക്കൻഡ് കൂടെ 100 സെക്കൻഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ചെയ്യാൻ മറക്കരുത്. വ്ളോഗ് കണ്ടിട്ട് ചുമ്മാ കുത്തിയിരിക്കരുത്. വ്ളോഗ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന സൗഭാഗ്യം ഞാൻ എന്തോ അതിന്റെ കൊടുത്ത് സർപ്രൈസ് ചെയ്തേ പറയാം, ആലോചിക്കട്ടെ. നീ പറഞ്ഞേ വാങ്ങിച്ചത്, എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചത് സർപ്രൈസ്. നീ ചെന്ന തന്നെ അവനൊക്കെ വാങ്ങിത്തന്നെ. അമ്മ പറഞ്ഞിട്ട് അമ്മ തന്നെ മറന്നു. അമ്മ ഡിഷ് വാഷർ ചോദിച്ചു. അത് സൗഭാഗ്യം ഡിഷ് വാഷറും മറ്റേ റോബോ ആ സാധനം കൂടെ മേടിക്കാൻ നീ വാങ്ങിച്ചത്. സൗഭാഗ്യം ചിരിച്ചാണ്. ഞാൻ നോക്കിയപ്പോ സൗഭാഗ്യയുടെ മുഖം മാറി. അയ്യോ കൊച്ചിന് സങ്കടമായി പോയത്. പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ സംസാരിച്ചത് കറക്റ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല. പക്ഷെ അതിങ്ങനെ മനസ്സിൽ കിടന്നു കേട്ടോ. ഇന്ന് ഇത് കണ്ടപ്പോ 2 കളർ ടൊയിന്ന് പോയിട്ടോ തിരിച്ചു വന്നു. എനിക്ക് എന്താണെന്ന് അറിയാതായിരുന്നു. അത്ര ഒരു ലൂലില് മറ്റേ 50% ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഡിഷ് വാഷർ 50% ഓഫറിന് കിട്ടുന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷെ ഓഫറിന് കിട്ടില്ല, പക്ഷെ ബജാജ് കിട്ടി. ഒരുപാട് പൈസ ഇല്ല. നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലി എപ്പോഴും നമ്മൾ EMI-യിലാണ്. എല്ലാം EMI-യിലാണ്. വെറും 2000 രൂപ. അയ്യോ പാവം സൗഭാഗ്യം. 4 സൗഭാഗ്യം അടയ്ക്കണ്ടേ? യെല്ലോ സ്മാർട്ട് ഫെല്ലോ. ടാറ്റാ. എന്റെ യെല്ലോ. ടാറ്റ പറഞ്ഞ ടാറ്റ. എല്ലാരും അമ്മയുടെ ചാനൽ കാണാം. അതിനകത്ത് ഡിഷ് വാഷറിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ. അമ്മ എണ്ണയുള്ള ചീനച്ചട്ടി, കരി പിടിച്ച ചീനച്ചട്ടി, കുക്കർ, പാൽപാത്രം തുടങ്ങിയവയെല്ലാം ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടാറ്റാ.